പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പിന്നെ വളരെ എളുപ്പത്തിൽ ചില പ്രത്യേക നമ്പറുകളെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ 11 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. എളുപ്പത്തിൽ 11 കൊണ്ട് ഒരു നമ്പറിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് പറയാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പലർക്കും ഒരു പക്ഷേ ഇത് അറിയാവുന്നതായിരിക്കും. ഇതുണ്ട് 2 3 4 5 ഇൻറ്റു 11 അല്ലേ. ഇതിൻ്റെ ആൻസർ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം ഈ 2 എഴുതും, അതൊക്കെ അല്ലേ. ഇത് 2ഉം 3ഉം കൂടെ കൂട്ടും, അപ്പോൾ 5 അത് എഴുതും. ഇത് 3ഉം 4ഉം കൂടെ കൂട്ടും, അപ്പോൾ 7 അതെഴുതും. ഈ 4ഉം 5ഉം കൂടെ കൂട്ടും, 9 അതെഴുതും. എല്ലാം തീർന്നല്ലോ. പിന്നെ ഈ 5ഉം കൂടെ നമ്മൾ എഴുതും. ഇതാണ് നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? അപ്പോൾ ഇതും കൂടെ ഒന്ന് നമുക്ക് നോക്കിയാലോ. ഇത് നമ്മൾ 4 നമ്മൾ എഴുതും. ഓക്കെ, 4ഉം 5ഉം കൂടെ കൂട്ടി 9 എഴുതും. ഈ 5ഉം 4ഉം കൂടെ കൂട്ടി 9 എഴുതും. ഈ 4ഉം 1ഉം കൂടെ കൂട്ടി 5 എഴുതും. ഈ 1ഉം 4ഉം കൂടെ കൂട്ടി 5 എഴുതും. ഈ 4ഉം 3ഉം കൂടെ കൂട്ടി 7 എഴുതും. ഈ 3 എഴുതും, 5 ആണ്. ഓക്കെ, ആൻസറായി. എളുപ്പമല്ലേ? ഇനി മറ്റൊരു നമ്പർ നോക്കാം. 44 × 8. അതായത് ഇവിടെ വരുന്ന നമ്പറുകൾ എപ്പോഴും സെയിം നമ്പർ ആയിരിക്കണം, സിംഗിൾ ഡിജിറ്റ് കൊണ്ടായിരിക്കണം മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ 44നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ 4നെയും 8നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 8 4 എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഈ 3ഉം 2ഉം കൂടെ കൂട്ടി നമുക്ക് എഴുതാം. 3 + 2 5. അതായത് നമ്മുടെ ആൻസർ 352 ആണ്. ഇതോടെ നോക്കിയാൽ 66 × 9 അല്ലേ. ഇവിടെ നമുക്ക് ഈ 6നെയും 9നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 9 6 എന്ന് പറയുന്നത് 54 ആണ്. അടുത്ത സ്റ്റെപ്പ് ഈ 5ഉം 4ഉം കൂടെ ആഡ് ചെയ്യുക. 5 + 4 9. അത് നമുക്കിവിടെ എഴുതി കൊടുക്കാം. അത് 594 ആണ് നമ്മുടെ ആൻസർ. ഇവിടെ നോക്കാം, ഇവിടെ സെയിം നമ്പറാണ്. ഇവിടെ 2 × 6 വന്നു, ഇവിടെ 3 × വന്നു. സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. 9ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 9 6 എന്ന് പറയുന്നത് 54 ആണ്. ഈ 6ഉം ഈ 9ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ 2 6 കൂടെ ഉണ്ട്. അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ 2 നമ്പർ കൂടെ കഴിഞ്ഞ് ബാക്കിയുണ്ട്. ഇവിടെ ഒരു നമ്പർ ആയപ്പോൾ നമ്മൾ 9 എഴുതിയില്ല. ഇവിടെ 2 6 വന്നതുകൊണ്ട് നമുക്കിവിടെ 2 9 എഴുതാം. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇവിടെ നോക്കുക, ഈ 6ഉം ഈ 9ഉം കൂടെ നേരത്തെ പറഞ്ഞ പോലെ 9 6 54 എന്ന് നമ്മൾ ഇവിടെ എഴുതി വെച്ചു. പിന്നെ ഇവിടെ 3 6 വരുന്നത് കൊണ്ട് നമ്മുടെ ഈ 9 നമുക്ക് 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. നിങ്ങൾ ഈ കണക്കുകളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. അങ്ങനെയെങ്കിൽ ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. 81,436 × 11, പിന്നെ 8,888 × 3. അപ്പോൾ ഈ ആൻസറുകളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ.